Annyeong, welcome to my YouTube channel. Hello series, the review of dramas. ഇന്ന് അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ദ ജഡ്ജ് ഫ്രം ഹെൽ എന്ന് പറഞ്ഞൊരു കൊറിയൻ ഡ്രാമയാണ്. ഇത് ജിയോ ഹോട്ട്സ്റ്റാറിൽ ഇറങ്ങിയതാണ്. ഈ ഒരു ഡ്രാമ റിലീസായത് 2024 21 സെപ്റ്റംബറിലാണ് ഈ ഒരു ഡ്രാമ ആദ്യമായിട്ട് റിലീസാവുന്നത്. ആക്ച്വലി ഇറ്റ് ഹാസ് 14 എപ്പിസോഡ്. ഇതിൽ ഹീറോയിനായിട്ട് അഭിനയിച്ചത് പാർക്ക് ഷിങ് ഹെയും ഹീറോ ആയിട്ട് അഭിനയിച്ചത് കിം ജെ യങ്വ. എൻ്റെ ഫേവററ്റ് ആക്ട്രസ്സോടാണ് പാർക്ക് ഷിങ് ഹെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവളുടെ ആക്ടിങ് ആണെങ്കിലും എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ ഒരു ഡ്രാമയ്ക്കകത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇവരുടെ OST ദാറ്റ് വാസ് വണ്ടർഫുൾ. ശരിക്കും എനിക്ക് അത് കേട്ടിട്ട് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. ഇവരുടെ OST ആണെങ്കിലും എല്ലാം കൊള്ളാം. പിന്നെ എല്ലാവരുടെ ആക്ടിങ് ആണെങ്കിലും പറയാതിരിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ നല്ലോണം എല്ലാവരും ആക്ട് ചെയ്തു. ഇതിൽ വില്ലൻസായിട്ട് അഭിനയിക്കുന്നവരാണെങ്കിലും ഭയങ്കരമായിട്ട് ആക്ട് ചെയ്തു. ആക്ച്വലി ഇതൊരു ഫാൻറ്റസി ടൈപ്പാണ്. അതായത് എന്താ, ഹെല്ലും എർത്തും ആയിട്ടുള്ള ഒരു ടൈപ്പ് ഡ്രാമയാണ്. ഒരു ഡീമൺ ഒക്കെ ഉള്ള ഒരു ടൈപ്പ് ഓഫ് ഡ്രാമയാണിത്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഫാൻറ്റസി ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഇഷ്ടപ്പെടും. അതുമാത്രമല്ല, മൈ ഡീമൺ ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ട ഒരാളാണെങ്കിൽ മേ ബി ഇത് ഇഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇതെന്ന് പറയുമ്പം ഹീറോയിൻ്റെ ഇതിലെ ക്യാരക്ടർ നെയിം എന്ന് പറയുന്നത് കങ്ങും ഹീറോയുടെ ക്യാരക്ടർ നെയിം ഹാനുവ. ആക്ച്വലി ഈ ഒരു ഡ്രാമയുടെ സ്റ്റാർട്ടിങ് തന്നെ ഹീറോയിനായിട്ട് അഭിനയിക്കുന്ന കങ്ങിനെ ഒരാൾ കൊല്ലുന്നു. ആ ടൈമിൽ ഹീറോയിൻ്റെ സോള് ബോഡി വിട്ട് പോകുന്നു. ആ ടൈമിൽ ഒരു ഗേറ്റ് അവിടെ ഓപ്പൺ ആവുന്നു. അത് ഹെല്ലിലോട്ട് പോകേണ്ട ഗേറ്റാണ്. സോ അവൾ അങ്ങോട്ട് നടന്നു പോകുമ്പോൾ അവിടെ ഹെല്ലിലോട്ട് പറഞ്ഞു വിടാനായിട്ട് ഒരു ജഡ്ജുണ്ട്. സോ അവൾ ഹീറോയിൻ്റെ ഒരു സോളിനെ അങ്ങോട്ട് പോയത് അവൾ ഹെല്ലിലോട്ട് പറഞ്ഞു വിടുന്നു. കൺഫേം ചെയ്യാതെയാണ് ഹീറോയിൻ്റെ സോളിനെ അങ്ങോട്ട് ഹെല്ലിലോട്ട് പറഞ്ഞു വിട്ടത്. സോ ഹീറോയിൻ ആ ടൈമിൽ മരിക്കേണ്ട ഒരാളല്ലായിരുന്നു. അങ്ങനെ വന്നപ്പം ഹീറോയിൻ്റെ സോളിനെ അവൾ ഹെല്ലിലോട്ട് വിട്ടുകൊണ്ട് തന്നെ ആ ജഡ്ജിൻ്റെ സുപ്രീം ആയിട്ടുള്ള ഒരാൾ വരികയും അവൾക്ക് പണിഷ്മെൻറ്റ് കൊടുക്കും. എർത്തിലോട്ട് പോയി 1 വർഷത്തിൽ 10 ക്രിമിനൽസിനെ കൊന്ന് ഹില്ലിലോട്ട് വിടണം. 10 ക്രിമിനൽസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ കോടതി കേസ് പോയിട്ട് ഇപ്പോൾ കോടതി തന്നെ തെളിവില്ല, കുറ്റക്കാരല്ല എന്നൊക്കെ പറഞ്ഞ് വിടുന്നവരെ കൊന്ന് ഹെല്ലിലോട്ട് അയക്കണം. അവളപ്പോൾ പണിഷ്മെൻറ്റ് ചെയ്യാനായിട്ട് എർത്തിലോട്ട് വരുമ്പോഴാണ് ഹീറോയിൻ്റെ ഡെഡ് ബോഡി കാണുന്നതും ആ ഡെഡ് ബോഡി ചെക്ക് ചെയ്യുമ്പം ഹീറോയിൻ ഒരു ജഡ്ജായിരുന്നു. സോ ഹീറോയിൻ്റെ ദേഹത്തോട്ട് അവൾ പ്രവേശിക്കുന്നതും അത് കഴിഞ്ഞിട്ട് ഇവള് ജഡ്ജായിട്ടിരുന്ന് തന്നെ എങ്ങനെയാണ് ഇവളുടെ പണിഷ്മെൻറ്റ് തീർത്ത് ഇവളെ ഹില്ലിലോട്ട് പോകാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാണ് മെയിൻലി ഈ ഒരു ഡ്രാമ പറയുന്നത്. ആ ടൈമിൽ തന്നെ ഹീറോയെ കാണുന്നു. പിന്നെ ഇവർ തമ്മിലിങ്ങനെ കുറേ സാഹചര്യങ്ങളാൽ കണക്റ്റ് ആകുന്നു. ഹീറോ ഇതിനകത്തൊരു പോലീസ് ഓഫീസറാണ്. സോ ഇവള് ജഡ്ജുമാണ്, ഇവൻ പോലീസ് ഓഫീസറുമാണ്. അപ്പം ഇവൾ ഈ പണിഷ്മെൻറ്റ് തീർക്കുമ്പം അപ്പം പണിഷ്മെൻറ്റ് തീർക്കാനായിട്ട് ഇവൾ കൊല്ലുവാണല്ലോ ഒരാളെ. അപ്പം ആ കേസൊക്കെ അന്വേഷിക്കാൻ വരുന്നൊരു പോലീസാണിത്. ആ ടൈമിൽ ഇവർ തമ്മിൽ കണക്റ്റഡ് ആകുന്നു. ഈ ഒരു കുറേ എപ്പിസോഡ് മുന്നോട്ട് പോകുമ്പം ഇവർ തമ്മിൽ കുറച്ച് ഇഷ്ടത്തിലാവുന്നു. അങ്ങനെ ഈ ഡ്രാമ മുന്നോട്ട് പോകുന്ന ടൈമിൽ തന്നെ ഹീറോയിൻ ഒരാളെ കൊല്ലുന്നുണ്ട്. ബട്ട് ആൾ ഇന്നസെൻ്റ് ആയതുകൊണ്ട് തന്നെ അവൾക്ക് പിന്നെയും പണിഷ്മെൻറ്റ് കിട്ടുന്നുണ്ട്. കാരണം അവൾ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൽ അവനെ കൊന്നതാണ്. പക്ഷെ അവന് പിന്നെയും അവൻ്റെ ലൈഫ് തിരിച്ചു കിട്ടുന്നുണ്ട്. ഹീറോയിന് പിന്നെയും പണിഷ്മെൻറ്റ് കിട്ടുന്നുണ്ട്. അതായത് ആ 1 ഇയറിൽ തന്നെ ഒരു 10 പേരെ കൂടെ എക്സ്ട്രാ കൊല്ലണം അങ്ങനെ. അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് ഇതിൽ. പിന്നെ ഇതിലൊരു മുത്തശ്ശിയുണ്ട്, കിം യങ് എന്നാണ് അവരുടെ പേര്. ഓമി എന്നാണ് അവരുടെ ക്യാരക്ടർ നെയിം. ആക്ച്വലി മൈ ഡീമൺ കണ്ട ആൾക്കാർക്ക് അറിയാം, സോങ് കങ്ങിൻ്റെ ക്യാരക്ടറിൻ്റെ കൂടെ തന്നെ കുറേ കഴിയുമ്പോഴത്തേക്കിന് ഒരു പെണ്ണൂടെ വരുന്നുണ്ട്, ഒരു ക്യാരക്ടറോട് ആഡ് ആവുന്നുണ്ട്. ആക്ച്വലി എനിക്ക് കണ്ടപ്പം ആ ഒരു ടൈപ്പ് ഓഫ് ഇതാണ് തോന്നിയത്. കാരണം ഇവരും കുറച്ച് റിലേറ്റഡ് ആയെന്ന് തോന്നി. അത് മാത്രമല്ല, പിന്നെ നമുക്ക്
മൈ ഡീമൺ കണ്ട ഒരാൾക്ക് തോന്നും ജസ്റ്റ് എന്താ രണ്ടുപേരും ഡീമൺസ്, രണ്ടുപേരും അവരുടെ തന്നെ ആൾക്കാരെ കൊല്ലാൻ വരുന്നു, പിന്നെ കണക്റ്റഡ് ആവുന്നു. ബട്ട് ഇത് മൈ ഡീമനെ പോലെ ഒരു പാസ്റ്റ് ഹിസ്റ്ററി കണക്ഷൻ ഇവർ തമ്മിലില്ല. ഇവർ പ്രസൻറ്റിൽ കാണുന്ന ആ ഒരു ഇതേ ഉള്ളൂ. പിന്നെ ആക്ച്വലി ഇത് വർത്താന്ന് ഞാൻ പറയത്തില്ല, കാരണം ഈ ഫാൻറ്റസി ടൈപ്പ് ഇഷ്ടമുള്ളവർക്ക് ഇത് കാണുന്നത് വർത്തായിരിക്കും, അല്ലാത്തവർക്ക് ഇത് ചിലപ്പം കാണുമ്പോൾ ബോറൊക്കെ അടിക്കാൻ ചാൻസ് ഉണ്ട്. സോ ഇത് ആ ടൈപ്പ് ഓഫ് ഡ്രാമ ഇഷ്ടപ്പെടുന്നവർക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്നു.